ഇതിൻ്റെ ഹസാഡസ് കെമിക്കൽസ് ഉണ്ടെന്ന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി മറ്റേ കൊച്ചി തുറമുഖത്തിന് സമീപത്തുണ്ടായാലും ഒരുപാട് മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ പോലത്തുള്ള ഗ്രാനുൾസ്, വെർജിൻ ഗ്രാനുൾസ് ഓൾറെഡി ബീച്ചസിൽ വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കടലിനെ സംബന്ധിച്ചാൽ കടലൊരു വാസ്റ്റ് എൻവറോൺമെന്റ് ആണ്. അതിന്റെ സെൽഫ് പ്യൂരിഫൈങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ഒരുമാതിരിപ്പെട്ട പൊല്യൂട്ടൻസിനെയും എല്ലാം അത് ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഏറ്റവും രൂക്ഷ അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായിട്ട് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും അതിന്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് വെച്ചിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓയിലും പ്ലാസ്റ്റിക്കും തന്നെ. ഓയിലാണ് ഫസ്റ്റ്, ബിക്കോസ് ഓയിൽ മേളിൽ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് AC ഇന്ററാക്ഷൻ കട്ട് ചെയ്ത് കളയും. സോ സർഫേസ് ലിവിങ് ആയിട്ടുള്ള ഒരുപാട് ഓർഗാനിസത്തിനെ അത് സഫോക്കേറ്റ് ചെയ്ത് കളയും. പിന്നെ ഡെൻസർ ഫ്രാക്ഷൻ താഴത്തേക്ക് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സ്മോദർ ചെയ്ത് കഴിയും. ബോട്ടം ഡ്വെല്ലിംഗ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഒരുപാട് സ്മോദർ ചെയ്ത് അതിനെ കില്ല് ചെയ്ത് കളയും. പക്ഷെ അല്ലാത്ത ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ ഓയിൽ ഒരുപാട് ലീക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഐ സ്റ്റിൽ ഹാവ് കൺസേൺ. അതായത് ഈ പറഞ്ഞ രണ്ടാമത്തെ ഇപ്പൊ നമ്മുടെ ബേപ്പൂർ സൈഡിലുള്ള ഷിപ്പ് ഇതിന്റെ കത്ത് എന്ന് വളരെ ഇൻഫ്ലമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അതിന്റെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ആദ്യം തൊട്ട് തന്നെയുള്ള ഫീലിംഗ്. അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കപ്പൽ ഇറ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ഓയിൽ. അപ്പൊ അതിന്റെ അകത്തുനിന്ന് വരുന്ന ഓയിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഞാൻ തള്ളിക്കളയില്ല, അതൊരു കൺസേൺ തന്നെ ആയിരിക്കും. കെമിക്കൽസിനെ സംബന്ധിച്ചോളം കെമിക്കൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അക്യൂട്ട് ടോക്സിറ്റി ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരു ഫിഷ് കില്ല്, മാസീവ് ഫിഷ് കിൽ, ഇതൊന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ കെമിക്കൽസ് ഞാൻ നേരത്തെ പത്രത്തിൽ കൊടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ വിസിനിറ്റിയിൽ, ഇമ്മീഡിയറ്റ് തൊട്ടടുത്ത വിസിനിറ്റിയിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടില്ല, എന്താണ് ഇതിൻ്റെ അകത്ത് കലർന്നിട്ടുള്ളത്, അതിന്റെ കെമിക്കൽ നേച്ചർ എന്താണ്, അതിന്റെ ടോക്സിക് നേച്ചർ, ഈ ഓരോ സാധനത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ആ സാധനം നമ്മൾ ഡിറ്റർമിൻ ചെയ്താൽ മാത്രം ഇതിന് ഫർദർ ആയിട്ട് ഏത് രീതിയിൽ ആക്ട് ചെയ്യണമെന്നുള്ളൂ. അപ്പൊ ഇത് കോൺസെൻട്രേഷൻ ഡയലൂട്ട് ചെയ്യപ്പെടും ഡെഫിനറ്റ്. പക്ഷേ ഇതൊരു കോംപ്ലക്സ് പ്രോസസ് ആണ്. ഫുഡ് ചെയിൻ ഇല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഇപ്പൊ ഹയർ എൻഡ് കൺസ്യൂമർ ആണ്, ഇല്ലെങ്കിൽ പല ഫിഷും ഹയർ എൻഡ് കൺസ്യൂമേഴ്സ് ആണ്. ചിലതൊക്കെ ചെറുതാണ്, ചിലത് ചെറിയ ചെറിയ ജീവികളെ തന്നെ കഴിക്കുന്നതാണ്. അപ്പൊ അതിന്റെ അകത്തെ കൂടി കയറി ബിൽഡപ്പ് ചെയ്ത് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഫിഷിന്റെ ശരീരത്തിലോ ഹയർ കോൺസെൻട്രേഷൻ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരില്ല, ഇറ്റ് വിൽ ടേക്ക് ടൈം. വിഭാഗങ്ങൾക്കെങ്കിലും ഇത് അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാവില്ലേ? ഡെഫിനറ്റ് ആയിട്ടും അതിനകത്ത് ഏറ്റവും കൺസേൺ കറന്റ് സിനാരിയോയില് ഏറ്റവും കൺസേൺ ഉള്ളത്, അതായത് ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ ട്രോൾ ബാൻ പീരീഡിലാണ്. ട്രോൾ ബാൻ പീരീഡ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. പല അതിന്റെയും ബ്രീഡിംഗ് സീസൺ ആണ്, അതിന്റെ എഗ് ലേയിങ് ഉണ്ട്, ലാർവൽ ഫോംസ് ഉണ്ട്. സോ ആക്റ്റീവ് ട്രോളിംഗ് കൂടി അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, സോ ദാറ്റ് വി വിൽ ഗെറ്റ് കുറച്ച് നല്ലൊരു മത്സ്യസമ്പത്ത് പിന്നീട്. ട്രോൾ ബാൻ ഈസ് എ വെരി ഗുഡ് തിങ്. അപ്പോ ഇവിടെ ഈ ലാർവയും ഫിഷ് എഗ്സും ഒക്കെ വളരെ സെൻസിറ്റീവ്. ഇപ്പോൾ ബിഗർ ഫിഷിന് അതിന് എപ്പോഴും ഇറ്റ് ക്യാൻ സ്വിം അവേ. മറ്റേ ലാർവയും മറ്റേ സ്മോളർ ഓർഗാനിസംസ് ഡ്രിഫ്റ്റിംഗ് ആണ്. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ കോൺസെൻട്രേഷന്റെ അകത്തുനിന്നൊന്നും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. അവര് സെൻസിറ്റീവ് ആയിരിക്കും, അതിന്റെ മോർട്ടാലിറ്റി ഡെഫിനറ്റ് ആയിട്ടുണ്ടാകും, അതിന്റെ അതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന ലാർജ് ഫിഷ് കിൽ പോലും ഒന്നും അത് വിസിബിൾ ആയിരിക്കില്ല, ബിക്കോസ് ദീസ് ആർ മൈക്രോസ്കോപ്പിക് തിങ്സ്. പക്ഷെ അത് നമ്മളുടെ വ്യവസ്ഥയിലെ വളരെ കീ ലിങ്ക് ആണ്. അതെല്ലാം ഫുഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ലാർവയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ലാർവകൾ വളർന്ന് വലുതായിട്ടാണ് വലിയ മീനും സാധനമൊക്കെ ആകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പരന്ന സ്ഥലത്തുള്ള പ്ലാങ്ക്ടോണിക് ഓർഗാനിസംസിനെ ഡെഫിനറ്റ് ആയിട്ടും അത് എഫക്ട് ചെയ്യും. ദർ ഇസ് നോ ഡൗട്ട്, ആൻഡ് ദേ ആർ വെരി സെൻസിറ്റീവ്. അപ്പൊ അതിന്റെ ഈ ഫിഷ് സ്റ്റോക്സ് കുറയാനോ, ഇപ്പൊ ഇത് എത്രമാത്രം സ്പ്രെഡ് നമുക്ക് പറയാൻ പറ്റില്ല, ഹൗ മച്ച്.